രാഷ്ട്രീയത്തിലെ കർഷക ശബ്ദം, സൗമ്യമുഖമുള്ള പോരാളി, മികച്ച ഗായകൻ, അതിലുപരി നയതന്ത്രജ്ഞനായ നേതാവ്. വിശേഷണങ്ങൾ നിരവധിയാണ് പി ജെ ജോസഫ് എന്ന രാഷ്ട്രീയ പ്രതിഭയ്ക്ക്. 50 വർഷത്തിലേറെ നീണ്ട പാർലമെന്ററി ജീവിതത്തിന് വിരാമമിട്ട് അദ്ദേഹം പടിയിറങ്ങുമ്പോൾ പകരക്കാരനായി മകൻ അബു ജോൺ ജോസഫ് തൊടുപുഴയുടെ മണ്ണിൽ കന്നിയംഗത്തിന് ഇറങ്ങുകയാണ്. 1968 കേരള കോൺഗ്രസിലൂടെ സജീവ രാഷ്ട്രീയത്തിലെത്തിയ ജോസഫ് വെറും 10 വർഷത്തിനുള്ളിൽ തന്നെ ഭരണ സ്ഥിരാകേന്ദ്രത്തിന്റെ താക്കോൽ സ്ഥാനത്തെത്തി. രസകരമായ വസ്തുത, അദ്ദേഹത്തിന്റെ ആദ്യ മന്ത്രിസ്ഥാനം രാഷ്ട്രീയ ഗുരുവായിരുന്ന KM മാണിയുടെ പകരക്കാരനായിട്ടായിരുന്നു എന്നതാണ്. 1977 കേസിൽപ്പെട്ട മാണിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നപ്പോൾ 1978 ജനുവരിയിൽ 37-ാം വയസ്സിൽ ജോസഫ് ആഭ്യന്തരമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 8 മാസത്തിനു ശേഷം മാണി കുറ്റവിമുക്തനായി തിരിച്ചെത്തിയപ്പോൾ ഒട്ടും പരിഭവമില്ലാതെ ആ കസേര ഒഴിഞ്ഞുകൊടുക്കാനും അദ്ദേഹം തയ്യാറായി. 6 മന്ത്രിസഭകളിൽ അംഗമായിരുന്ന ജോസഫ് കേരളത്തിന്റെ വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ കാണുന്ന +2 സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കിയത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ്. അന്ന് വലിയ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും പിൽക്കാലത്ത് അത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ പരിഷ്കാരമായി അംഗീകരിക്കപ്പെട്ടു. DPEP പദ്ധതി നടപ്പിലാക്കിയതും അദ്ദേഹത്തിന്റെ കാലത്താണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തോൽവികൾ ജോസഫിനെ അധികം വേട്ടയാടിയിട്ടില്ല. മത്സരിച്ച 11 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 10ലും അദ്ദേഹം വിജയിച്ചു. 91 ഇടുക്കി ലോക്സഭയിലേക്കും 2001 നിയമസഭയിലേക്കും ഏറ്റ പരാജയങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ കറുത്ത പാടുകൾ. എന്നാൽ തോറ്റ മണ്ഡലത്തിൽ നിന്ന് തന്നെ അടുത്ത തവണ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുന്ന ജോസഫിനെയാണ് കേരളം കണ്ടത്. കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിലെ പിളർപ്പുകളിലും ലയനങ്ങളിലും ജോസഫ് എപ്പോഴും ഒരു പ്രധാന ധ്രുവമായിരുന്നു. 1987 സ്വന്തം ഗ്രൂപ്പ് രൂപീകരിച്ച ഇടതുമുന്നണിക്കൊപ്പം പോയ അദ്ദേഹം നീണ്ടകാലം അവിടെ തുടർന്നു. എന്നാൽ 2010 KM മാണിയുടെ ക്ഷണം സ്വീകരിച്ച മാണി ഗ്രൂപ്പിൽ ലയിച്ചു. പിന്നീട് മാണിയുടെ മരണശേഷം പാർട്ടി വീണ്ടും രണ്ടായപ്പോൾ UDFന്റെ കരുത്തായി ജോസഫ് നിലകൊണ്ടു. രാഷ്ട്രീയത്തിനപ്പുറം ഒരു മികച്ച കർഷകനായും സംഗീതപ്രേമിയായും ജോസഫ് അറിയപ്പെടുന്നു. പൊതുവേദികളിൽ പാട്ടുപാടാൻ മടിക്കാത്ത മന്ത്രി എന്ന ഖ്യാതിയും അദ്ദേഹത്തിനുണ്ട്. പുറപ്പുഴയിലെ കർഷക കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന അദ്ദേഹത്തിന് മണ്ണിന്റെ മണമുള്ള രാഷ്ട്രീയമായിരുന്നു എന്നും പ്രിയപ്പെട്ടത്. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് അദ്ദേഹം ഇക്കുറി മത്സര രംഗത്ത് നിന്ന് മാറുന്നത്. എങ്കിലും തൊടുപുഴയുടെ ജോസഫ് സാർ കളം വിടുന്നില്ല. സ്ഥാനാർത്ഥിയല്ലെങ്കിലും സജീവ പ്രചാരകനായി താൻ മുന്നിലുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഒരു തലമുറയുടെ രാഷ്ട്രീയ ബോധ്യങ്ങളെ സ്വാധീനിച്ച ആ ശബ്ദം ഇനി നിയമസഭയിൽ മുഴങ്ങില്ലെങ്കിലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഗതിവിധികൾ നിയന്ത്രിക്കുന്ന പി ജെ ജോസഫ് ഇനിയും നിർണായക ശക്തിയായി തുടരും.